എല്ലാവരെയും എൻ്റെ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരു 99.3% യുദ്ധം നിൽക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. സാധ്യത മാത്രമേ ഉള്ളൂ. വെള്ളിയാഴ്ച മറ്റന്നാൾ കരാറിൽ ഒപ്പിട്ടുകൊണ്ട് യുദ്ധം നിൽക്കും എന്ന് ട്രംപ് പറയുകയും കപ്പലുകളെല്ലാം ഞാൻ തിരിച്ചു കൊണ്ടുപോകും യുദ്ധം നിൽക്കുകയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ അടിസ്ഥാനത്തിൽ നമുക്കിങ്ങനെ പകുതി വിശ്വസിക്കാം, പകുതി വിശ്വസിക്കാതിരിക്കാം. ഒപ്പിട്ട് യുദ്ധം നിന്നാൽ മാത്രം നമുക്ക് വിശ്വസിക്കാം, അല്ലാതെ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. അത് യുദ്ധം നിൽക്കാൻ പറ്റുകയില്ല എന്ന് ഇസ്രായേല് നെതന്യാഹു പറയുകയും ചെയ്തു. ഞങ്ങൾ ലബനാനിനെ അടിക്കും. അപ്പൊ ലബനാനിനെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇറാൻ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ യുദ്ധം കരാറ് തയ്യാറാക്കുന്നത് തന്നെ ലബനാനിലുള്ള ഇറാനിന്റെ ആളുകളെ ഒന്നും ചെയ്യാൻ പാടില്ല, യുദ്ധം അവിടെയും അവസാനിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ യുദ്ധം നിൽക്കുന്നത് തന്നെ. പക്ഷെ ഒറ്റക്ക് അടിക്കാനുള്ള തീരുമാനം നെതന്യാഹുവിൻ്റേത് അമേരിക്ക ദേഷ്യം പിടിക്കുകയും അമേരിക്ക അത് നിർത്തണമെന്ന് ശാഠ്യം പിടിക്കുകയും ചെയ്തു. എന്നിട്ട് അമേരിക്ക ഒരു കാര്യം പറഞ്ഞു, ഞാനില്ലായിരുന്നെങ്കിൽ, ട്രംപ് പറയാണ്, ഞാനില്ലായിരുന്നെങ്കിൽ 2 മണിക്കൂർ മതി ഇറാന് ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ. ഞാൻ ഉണ്ടായത് കൊണ്ടാണ് നീ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് തൽക്കാലം മിണ്ടാതിരുന്നോ, ഈ കരാറ് നടക്കാനുള്ള അവസ്ഥ നീ മുടക്കരുത് എന്ന് ശകാരിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ വായിച്ചു. എനിക്ക് പറയാനുള്ളത്, ഈ ലോകത്ത് പരാജയപ്പെട്ട വൻ ശക്തികൾ, 2 വൻ ശക്തികളെ പരാജയപ്പെടുത്തിയ ഒരേ ഒരു രാജ്യം ഇറാനാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഇറാനിന്റെ കരുത്ത്, ഇറാൻ ഇസ്രായേലിനെ മാത്രമല്ല അടിച്ചിട്ടുള്ളത്, അമേരിക്കയുടെ ബേസുകൾ ഏതെല്ലാം രാജ്യത്ത്, അറബ് രാജ്യത്തുണ്ടോ ആ അറബ് രാജ്യത്തിനെ മുഴുവനും അടിച്ചുകൊണ്ട് അമേരിക്കയുടെ ബേസുകൾ പരിപൂർണമായി നശിപ്പിച്ചുകൊണ്ട് യുദ്ധത്തിന് യോഗ്യമല്ലാത്ത വിധത്തിലാക്കി തീർത്തിട്ടുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ അമേരിക്ക ഇനിയൊരു യുദ്ധത്തിന് തയ്യാറാവുകയില്ല. കാരണം ലോകത്തിലുള്ള ജനങ്ങൾക്ക് ഇവരൊന്നുമല്ല എന്ന് തെളിയിച്ച് കാണിച്ചു കൊടുത്തു ഇറാൻ. അത് മാത്രമല്ല, ഇറാനിന്റെ കയ്യിലുള്ള ആയുധങ്ങൾ തീർന്നിട്ടില്ല എന്നും ഇറാൻ പറയുന്നത് ശരിയാണ് എന്നും വീണ്ടും ഒന്ന് തിരിച്ച് അടിച്ചു നോക്കി. ഒരു രക്ഷയുമില്ല. എന്താണ് കാരണം? ഈ യുദ്ധം ഇറാനെ പരാജയപ്പെടുത്തേണ്ട ആവശ്യം ഇസ്രായേലിനാണ്, അമേരിക്കക്കില്ല. ഇത് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇസ്രായേല് ഒറ്റക്ക് ഇറാനിനെ അടിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അമേരിക്കയെ കൂട്ടുപിടിക്കുകയും എന്നിട്ട് എത്രയും പെട്ടെന്ന് അവരെ അടിച്ച് അവരുടെ റിജീം ചേഞ്ച് ചെയ്തുകൊണ്ട് ആ രാജ്യത്തിനെ കയ്യിലാക്കാമെന്ന് ഇസ്രായേൽ വിചാരിച്ചു. അത് നടന്നില്ല. എന്തിനാണോ അവർ യുദ്ധം ചെയ്തത് അതൊന്നും നടക്കാതെ പിന്മാറിയെന്ന് മാത്രമല്ല, ഇതിലൊക്കെ സംഭവിച്ചത് ഇറാൻ ഒരു സൂപ്പർ പവർ ആയിക്കൊണ്ട് ലോകരുടെ മുന്നിൽ തിളങ്ങുകയും ചെയ്തു. 40 വർഷത്തോളം ഉപരോധത്തിലായിരുന്ന ഇറാൻ ഇപ്പോൾ സൂപ്പർ പവറായി മാറി. അവന്റെ മിസൈൽ സിറ്റികളും അവന്റെ ശക്തിയും അവന്റെ അടിക്കേണ്ട തന്ത്രങ്ങളും എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത് ഒക്കെ ലോകര് കണ്ട് മനസ്സിലാക്കി. അത് മാത്രമല്ല, ഇറാനിനെ തൊട്ട് കളിച്ചാൽ ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളും പ്രയാസപ്പെടും എന്നും നമ്മൾ ഈ 100 ദിവസത്തിന്റെ യുദ്ധം തെളിയിച്ചു. ആണോ അല്ലേ? ഞാനും നിങ്ങളടക്കം ഡീസലിന് വില കൂടി, പെട്രോളിന് വില കൂടി, ഗ്യാസിന് വില കൂടി, സാധന സാമഗ്രികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കപ്പൽ മാർഗത്തിലൂടെ പോകാൻ പറ്റാതെയായി. ഹോർമൂസ് കടലിന്റെ കഴുത്തിന് പിടിച്ച് അമർത്തി ഇറാന്. അപ്പുറത്ത് ഹൂത്തീസുകൾ ചെങ്കടലിന്റെ കഴുത്തിനും പിടിച്ചു. ലോക രാജ്യങ്ങൾ ബുദ്ധിമുട്ടായത് ഇറാനിനെ തൊട്ട് കളിച്ചാൽ ഇനിയും ഇത് തന്നെ ഉണ്ടാകുക എന്ന് തിരിച്ചറിഞ്ഞ ട്രംപ് തോറ്റു പിന്മാറുകയാണ്. അത് മാത്രമല്ല, വലിയ വലിയ പടക്കോപ്പുകളും കപ്പലുകളും ഉണ്ടായിട്ടും ആ ഹോർമൂസ് കടലിനെ ഒന്ന്
കടന്നു കാണിക്കാൻ, അങ്ങോട്ടൊന്ന് ചെന്നിട്ട് അതിനെ പാസ് ചെയ്ത് കാണിക്കാനുള്ള ഒരു ചങ്കൂറ്റം പോലും ഇല്ലാത്തൊരു ട്രംപിനെയാണ് നമ്മൾ കണ്ടത്. ഇസ്രായേലാണെങ്കിലോ പരാജയത്തിന്റെ കഴുപ്പ് പേറിയിരിക്കുകയാണ്. ഒറ്റക്കടിക്കാൻ തയ്യാറില്ല. ഒറ്റക്കടിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ അമേരിക്ക പോന്നതിന് ശേഷം അടിച്ചാലും ഇറാന്റെ അഡ്രസ് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമുക്ക് ഇരുന്ന് കാണാം. വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് സ്ക്രീനിൽ കാണാം എന്താണ് നടക്കുന്നത്. ട്രംപിന്റെ വാക്കും പഴയ കീറച്ചാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ തംബ്ലൈന് ശ്രദ്ധിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് തലക്ക് പിടിച്ചിരിക്കണേ നെതന്യാഹുവിനെയാണ് കാണുന്നത്. കാരണം അവനക്ക് യുദ്ധമില്ലാതെ കുറെ ആളുകളുടെ രക്തം കുടിക്കാതെ ജീവിക്കാൻ സാധ്യമല്ലാത്തൊരു ജീവിയായി മാറിയിട്ടുണ്ട്. ഇത്ര ഈ വീഡിയോയിലുള്ളൂ. നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.